ഞാൻ ഒരു വീഡിയോ കാണിക്കാമേ. സത്യമായിട്ട് ഞാൻ പ്രഗ്നന്റ് ആണ്. എത്ര മാസം? സീരിയസ്ലി ഞാൻ വെറുതെ പറയാം, ഫേക്ക് അല്ല അത്. ഞാൻ ഇത് അതുകൊണ്ടാണ് സാരി എടുത്തു വന്നത്. ഞാൻ ചുരിദാറിലിടാറ്. സാരി എടുത്ത് വന്നിട്ട് അത് മറച്ചു വെക്കാൻ വേണ്ടിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ വയറ് കാണത്തില്ലേ? ഇതിനോട് എന്താ നിങ്ങളുടെ അഭിപ്രായം? ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ പെട്ട ആളുകളോട് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വിരോധമൊന്നും തോന്നിയിട്ടില്ല. അവരും നമ്മുടെ ഈ സമൂഹത്തിൽ ജീവിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ആളുകൾ തന്നെയാണ്, അല്ലേ? അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ. ഞാൻ ആരെയും അടിച്ചാക്ഷേപിക്കാൻ വേണ്ടിയിട്ട് പറയുമൊന്നുമല്ല. ഈ കമ്മ്യൂണിറ്റിയിലുള്ള കുറച്ച് പേരൊക്കെ എനിക്ക് പേഴ്സണലി അറിയാവുന്നതും അവരോടൊക്കെ ഭയങ്കര റെസ്പെക്റ്റ് ഉള്ളതുമായിട്ടുള്ള ഒരാളാണ് ഞാൻ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുന്ന കുറച്ച് പേരുണ്ട്. വൈഗ, അതേപോലെ സീമ, ദീപാറാണി, ഇവരൊക്കെ പേരെടുത്ത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇവരോടൊക്കെ എനിക്ക് ഭയങ്കര ബഹുമാനവും തോന്നിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ജാസിക്ക് ജാസിൻ്റെതായിട്ടുള്ള രീതിയിൽ ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. എന്ത് വിഷയം വേണമെങ്കിലും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് പറയുന്നു. പക്ഷെ ഈ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയില്ലേ? എനിക്കത് തീരെ അങ്ങോട്ട് സെറ്റായില്ല. എനിക്കറിയില്ല, അതിനോട് ഞാൻ യോജിക്കുന്നില്ല. അറിയാം, ആളുകൾക്കറിയാം ജാസിക്ക് അങ്ങനെ പറ്റില്ല, ആ ഒരു കഴിവില്ല എന്നുള്ളത്. പിന്നെ അതിനെ പരിഹസിക്കുന്ന രീതിയിലുള്ളതുപോലെ ഒരു ഫീലിംഗ് എനിക്ക് വന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെയും ആളുകളുടെ ഇടയിലേക്ക് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണോ റീച്ചിന് വേണ്ടിയിട്ടാണോ എന്തിനാ അങ്ങനെ പറയണതെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് ശരിക്കും ജാസി മനസ്സിലാക്കുന്നില്ല. ഇതുകൊണ്ട് ജാസിക്ക് നെഗറ്റീവാണ് വരുന്നത്. ചിലപ്പോൾ നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ ചെയ്യുന്നത്. എന്തോ നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇതിനോട്? ഈ ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെന്റിനോട്, ജാസിയുടെ ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെന്റിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ചിലപ്പം ജാസിക്ക് കുട്ടിക്ക് വേണ്ടിയിട്ട് ജാസി എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം. അത് അങ്ങനെ പറയുന്നതായിരുന്നു ഇതിനേക്കാളും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് എന്തോ ഈ ഒരു കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നില്ല. നിങ്ങൾ യോജിക്കുന്നുണ്ടോ എനിക്കറിയില്ല. ഇതെനിക്ക് പ്രതികരിക്കണം എന്ന് തോന്നി. പരിഹസിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് കൊടുക്കേണ്ട ഒരു കാര്യമല്ലല്ലോ ഈ ഗർഭം എന്നൊന്ന് പറയുന്നത്. അത് ദിവ്യമായിട്ടുള്ളൊരു കാര്യമല്ലേ? ആ സമയത്ത് ആ ഒരു സ്ത്രീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും സന്തോഷവും അത്രയും സ്ട്രെയിൻ ആയിട്ടിരിക്കുന്ന സമയത്തും അത്രയും പ്യുവറായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണത് ഗർഭം എന്ന് പറയുന്നത്. അതിനെങ്ങനെ പബ്ലിക്കിലേക്ക് ഇങ്ങനെ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കുക, കളിയാക്കുന്നത് പോലെ ഉള്ളതുപോലെ ഒരു ഫീലിംഗ് എനിക്ക് വന്നു. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. വിത്ത് റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ കമ്മ്യൂണിറ്റീനെ മൊത്തമായിട്ടല്ല ഞാൻ പറയുന്നത്. എനിക്ക് ബഹുമാനമുള്ള ഒരുപാട് പേര് ഇതിലുണ്ട്. എന്നാലും എനിക്കിതിങ്ങനെ പ്രതികരിക്കണം എന്ന് തോന്നി കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയണേ. ഞാൻ പറയണത് തെറ്റാണോ ശരിയാണോ എന്നുള്ളതും കൂടെ നിങ്ങളൊന്ന് പറയണേ.